ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം. വന്നു ചേർന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനെ വാഴ്ത്തുന്നു. വളരെ നാളുകളായി നമ്മൾ ആഗ്രഹിക്കുകയും വളരെ നാളുകൾ പ്രാർത്ഥിക്കുകയും ഇതിനു മുമ്പ് നമ്മളിവിടെ ചില ദിവസങ്ങളിൽ ചില ബൈബിൾ സ്റ്റഡീസിനൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്തു. അപ്പോഴെല്ലാം നമ്മൾ ആഗ്രഹിക്കുകയും അന്ന് മുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന കാര്യമാണ് എറണാകുളത്ത് ഗേറ്റ് ചർച്ച ആരംഭിക്കണം, ഗേറ്റ് മിനിസ്ട്രിയുടെ ഒരു ചർച്ച ആരംഭിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും കാത്തിരിപ്പുമായിരുന്നു. ഇന്ന് നമ്മളുടെ ആഗ്രഹം പോലെ സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമുക്ക് വഴി തുറന്നു തന്നു. ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ തക്കവണ്ണം വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന ആ ശ്രേഷ്ഠ നാമം ഈ എറണാകുളത്തും സത്യത്തോടെ ഉയർത്തപ്പെടുവാൻ, ആ ജീവൻ്റെ മൊഴികൾ യഥാർത്ഥമാവണ്ണം ഈ ദേശത്തും പ്രചരിക്കപ്പെടുവാൻ, അനേകർ ഈ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പക്ഷത്ത് വന്നു ചേരുവാൻ തക്കവണ്ണം ഇടവരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഇവിടുത്തെ ഈ ആരംഭം അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ട്. ഇനിയും വരുവാൻ ആളുകളുണ്ട്. എല്ലാവരെയും തക്ക സമയത്ത് തന്നെ ദൈവം കൂട്ടിവരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ നിന്ന് ആരംഭിക്കുന്നത് എറണാകുളത്തെ ഒരു സഭായോഗമാണ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഞായറാഴ്ച പോലും മുടക്കം വരാതെ ഈ ദേശത്ത് ഈ സഭ കൂടിവരവ് നടത്തണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ മേശയോടുകൂടെ, തിരുമേശയോടുകൂടെ കർത്താവിനെ ആരാധിച്ചും ദൈവവചനം പഠിച്ചും കർത്താവിന് പാടിയും സന്തോഷകരമായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ബന്ധം നമുക്ക് ക്രിസ്തു യേശുവിൽ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തനം നമുക്ക് വായിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 95-ാമത്തെ സങ്കീർത്തനം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 95. എല്ലാവരും ബൈബിൾ എടുക്കണം എന്നാഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 95 നമുക്ക് വായിച്ചുകൊണ്ട് ഇന്നത്തെ സഭായോഗം, ഇന്നത്തെ മാത്രമല്ല ഈ എറണാകുളത്തെ സഭായോഗം നമുക്കിവിടെ ആരംഭിക്കാം. ഈ വാക്യങ്ങൾ, ഈ 95-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കണം. വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കാം. രണ്ടാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഈ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അവസാനത്തെ വാക്യം ഒന്നിച്ച് വായിക്കാം. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് അത്യുന്നതനായിരിക്കുന്ന ദൈവത്തോട് നമ്മുടെ ഈ സംരംഭത്തെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വാനമേഘങ്ങളിൽ വന്ന് തൻ്റെ സഭയെ ചേർക്കുവോളം ഈ എറണാകുളം പട്ടണത്തിൽ ഈ സഭായോഗം അനുദിനം വർദ്ധിച്ചു വരേണ്ടതിനും നിലനിൽക്കേണ്ടതിനും
ഈ സഭായോഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, അവിടുത്തെ നാമം പോലെ ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന, ഇത്ര ഭയങ്കരമായിരിക്കുന്ന ഒരു നാമവുമില്ല എന്നറിഞ്ഞ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആകാശ ഭൂമണ്ഡലങ്ങളെ വിരിച്ചൊരുക്കിയവനെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പാലിക്കുന്നവനായിരിക്കുന്ന ദൈവമേ, അവിടുന്ന് മാത്രമാണ് ഏക സത്യ ദൈവം എന്നറിഞ്ഞ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് മഹത്വം ധരിച്ചിരിക്കുന്നു. കർത്താവെ, സകലത്തിനും ജീവനും ശ്വാസവും കൊടുക്കുന്നു. എല്ലാ ജീവജന്തുക്കൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഭയങ്കരനായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവം മാത്രമാണ് എന്നോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അടുത്ത കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവം അവിടുന്നാണെന്നോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ ഓമനപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് തന്നുകൊണ്ട്, കർത്താവെ, ഞങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം അവിടുത്തേക്ക് ഞങ്ങളോട് മനസ്സാകുകയും ഞങ്ങളുടെ സകല പാപങ്ങളെയും പുറകിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച്, ദൈവമേ, അവിടുത്തെ പുത്രന്റെ രൂപത്തോട് ഞങ്ങൾ അനുരൂപരായി തീർന്ന് ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന വലിയ ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചായിരിക്കുന്ന നിത്യരക്ഷയും ഞങ്ങളുടെ വീണ്ടെടുപ്പും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഭാഗ്യമുള്ള ഒരു ജനതയാണ്. കർത്താവെ, ഞങ്ങൾ ലോകത്തിൽ ആരുമല്ലായിരിക്കാം, ലോകത്തിൽ ഞങ്ങളുടെ സ്ഥിതി ആരും അറിയുന്നില്ലായിരിക്കാം. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം ഞങ്ങളെ തൻ്റെ പുത്രീപുത്രന്മാരാക്കി തീർത്തിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവെ, നിത്യതയോട് ഞങ്ങളെ ചേർത്തിരിക്കുന്നു. ഈ മഹാപദവി ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നന്ദി. സകല നന്മകൾക്കുമായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ വഴി നടത്തുന്ന വൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ബന്ധത്തിൽ ഞങ്ങളെ ഒന്നാക്കുകയും ഞങ്ങളെ മുദ്രയിട്ട് വീണ്ടെടുപ്പിന്റെ നാളിന് വേണ്ടി ഈ ഭൂമിയിൽ ഞങ്ങളെ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനായിട്ട് ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നിങ്ങനെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ എറണാകുളം പ്രദേശത്ത്, കർത്താവ്, ഈ വൈറ്റിലയിൽ ഒരുമിച്ച് ചേരുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളിവിടെ തുടങ്ങുന്നതായിരിക്കുന്ന ഞങ്ങളുടെ സഭായോഗം അനുദിനം വർദ്ധിച്ചു വരുന്നതും കർത്താവെ സ്ഥിരമായി നിലനിൽക്കുന്നതും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വന്ന് ഞങ്ങളെ ചേർക്കും വരെയും ഞങ്ങൾക്കിവിടെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനുള്ളായിരിക്കുന്ന അവസരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വെച്ചിരിക്കുന്ന ഈ നല്ല ചുവടിനെ കർത്താവെ വിശാലമാക്കി തരണമേ. ഇനിയും ഞങ്ങളുടെ ചുവടുകൾ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാലടികൾക്ക് വിശാലത വരുത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമം ഈ ദേശത്ത് ഉയർത്തപ്പെടണം. ഈ ദേശത്ത് നിന്ന് അനേകര് സ്വർഗത്തിലെ ദൈവത്തിന്റെ സത്യവചനത്തെ യഥാർത്ഥമാവണം ഗ്രഹിച്ച് സത്യത്തിന്റെ വഴിയിലേക്ക് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടവരുത്തണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഇവിടെ അനേകരുടെ ഹൃദയത്തില് യഥാർത്ഥമായി വെളിപ്പെടുകയും അനേകർ ദൈവത്തിന്റെ വചനം ശരിയാവണ്ണം ഗ്രഹിച്ച് സത്യം ഗ്രഹിച്ച് സത്യത്തിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഇടവരുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷയൊക്കെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവെ അവിടുന്ന് നിയന്ത്രിക്കണം. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിയന്ത്രിക്കണം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടാകണം. ഈ ശുശ്രൂഷകളൊക്കെയും കർത്താവെ ചെയ്യുന്നതായിരിക്കുന്ന നിന്റെ ദാസനെ സകല ബലത്തോടും ബലപ്പെടുത്തണമേ. സകല ആത്മനിറവോടും നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, അവിടുത്തെ നാമം ഉയർത്തപ്പെടണം. മഹത്വവും പൂഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇവിടെ വന്ന എല്ലാവർക്കും പ്രിയ തോമസ് ജോർജ് ബ്രദറിനെ പരിചയമുണ്ട് എന്നെനിക്കറിയാം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിലെ യഥാർത്ഥ സത്യങ്ങൾ ഈ നാളുകളിൽ സധൈര്യം കേരളക്കരയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സധൈര്യം പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണ് പ്രിയ തോമസ് ജോർജ് ബ്രദർ. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ സഭായോഗത്തിൻ്റെ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. അദ്ദേഹമാണ് തുടർന്നുള്ളായിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. നമുക്ക് വളരെ ഭയത്തോടും ഭക്തിയോടും ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്ന ബോധത്തോടെ നമുക്കിരിക്കാം. നമ്മളെല്ലാവരെയും ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. തോമസ് സാറിനെ ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് ചേർന്നൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധൻ മഹോന്നത ദേവൻ. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ നാം ഒന്നിച്ച് അവൻ്റെ സന്നിധിയോട് ചേർന്ന് വന്നിരിക്കുകയാണ്. ഇടം മറന്ന് പരിസരം മറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ അവൻ്റെ സന്നിധിയോട് നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ, നമ്മുടെ ബാഹ്യ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കി നമ്മെ മെടഞ്ഞവനെ ഹല്ലേലൂയ
നമുക്ക് സ്തുതിക്കുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയോട് നമ്മൾ ചേർന്ന് വന്നിരിക്കുകയാണ്. ഒരു പാട്ട് കൂടെ നാം പാടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും ഹല്ലേലൂയ കരങ്ങളെ തട്ടി പാടി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഇടയാകട്ടെ. വാഴ്ത്തിടുമേ 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 ഇമ്മാനുവേലേ എന്നുള്ള പാട്ട് പാടി കർത്താവിനെ നമുക്ക് വീണ്ടും മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Save
മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, ഹല്ലേലൂയ, അവൻ്റെ മുഖത്തിൻ്റെ ശോഭ കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, അവൻ്റെ മഹത്വം കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സഹോദരന്മാരിൽ നിന്നൊരാളും സഹോദരിമാരിൽ നിന്നൊരാളും പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾ ആദ്യം പ്രാർത്ഥിക്കും, ശേഷം സഹോദരിമാരിൽ ഒരാൾ പ്രാർത്ഥിക്കും. സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശേഷാല് വചനം പ്രസ്താവിക്കുവാൻ, വചനം പങ്കിടുവാൻ തക്കോണം നിയുക്തരായിരിക്കുന്ന ദൈവഭക്തനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശക്തമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഞങ്ങൾക്ക് മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. എല്ലാവരുടെയും ഹൃദയദൃഷ്ടി കർത്താവ് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദേശത്ത് കർത്താവ് ഈ ആരാധനയിൽ വലിയ അനുഗ്രഹമായി തുടരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ സ്വതന്ത്ര ബഹുമാനങ്ങളും മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്ന പിതാവാൻ ദൈവമേ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഏറെ നാളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതിന് പ്രകാരം എറണാകുളത്ത് ദ ഗേറ്റ് ചർച്ചിൻ്റെ ഒരു സെഷൻ നമ്മൾ പ്രാർത്ഥിച്ച് ഒരു കൂട്ടായ്മയായി ആരംഭിക്കുവാനായിട്ട് കർത്താവ് ഇന്ന് നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ചില നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ഈ ദേശത്ത് നമുക്ക് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനായി ഒരു മുഖാന്തരം ഒരുങ്ങപ്പെടുമാറാകണം. അതിനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ദൈവം അനുവദിച്ച് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ച് ദ ഗേറ്റ് ചർച്ച് എറണാകുളം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ആരുടെയും ചിന്ത വേറെ ഒരു കാര്യങ്ങളിലും പോകരുത്. ഇവിടെ പലരും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ ആരെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അല്പസമയം തിരുവചനത്തിൽ നിന്ന് ഗ്രഹിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന
ഈ വലിയ അനുഭവം, അല്ലെന്നുണ്ടെങ്കിൽ ദ ഗേറ്റ് ചർച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ ഭാഗ്യം, അതിനായിട്ട് നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ചർച്ച് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്, ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായിട്ട് ബ്രദർ ബേബി പോൾ മുന്നോട്ട് കടന്നു വരികയും 24-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിട്ട് പ്രാർത്ഥിച്ച് ഈ ചർച്ച് പ്രാരംഭമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുവാൻ പോവുകയാണ്. അതിനുശേഷം തുടർന്നുള്ള ശുശ്രൂഷകൾ നിറവേറുന്നതായിരിക്കും. പ്രാരംഭമായിട്ട് സങ്കീർത്തനത്തിൽ നിന്ന് 24-ാം സങ്കീർത്തനം വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ബ്രദർ ബേബി പോൾ നമ്മെ ആ സങ്കീർത്തനം വായിച്ച് കേൾപ്പിക്കും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് 24-ാം സങ്കീർത്തനം വായിക്കാം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്യാമോ? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്യാമോ? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുവാനായിട്ട് ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നാം ഇന്ന് ഈ സന്ധ്യയിൽ ഹല്ലേലൂയ ഈ എറണാകുളത്ത് ഗേറ്റ് ചർച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. വരും കാലത്ത് നടക്കാനുള്ള ഒരു വലിയ പ്രവചന വാക്യമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടി നാം വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ഒരു ട്രയംഫൻ്റ് എൻട്രി യെരുശലേമിലേക്ക്. കർത്താവ് രാജാതിരാജാവായിട്ട് ആ യെരുശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് തൻ്റെ തേജസ് നിറയുന്ന ഒരു വലിയ ട്രയംഫൻ്റ് എൻട്രിയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കർത്താവിൻ്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ കർത്താവായ യേശു ക്രിസ്തു ഹോശന്ന നാളിൽ ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പാടിക്കൊണ്ട് ഇസ്രായേൽ ജനം കുരുത്തോലകളും മരച്ചില്ലകളും ഒക്കെ റോഡിൽ വെട്ടിയിട്ട് ആ രാജാതിരാജാവിന് ദാവീദ് പുത്രന് ഹോശന്ന പാടിക്കൊണ്ട് വലിയ വരവേൽപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്ക് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിലൊക്കെ കാണുവാനായിട്ട് കഴിയും. അത് കർത്താവിൻ്റെ ആ മഹത്വമേറിയ പ്രത്യക്ഷതയുടെ ആ മഹത്വമേറിയ വരവിൻ്റെ മുന്നോടിയായിട്ട് നടന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ എസക്കിയേൽ പ്രവചനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസക്കിയേൽ 43:1-5 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കർത്താവ് രാജാതിരാജാവായിട്ട് വീണ്ടും ഈ ലോകത്തിലേക്ക് വരുന്നതും ആ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ആ വലിയ തേജസ്, ഹല്ലേലൂയ, ആ വലിയ തേജസ് ഒലിവ് മലയിൽ നിന്ന് കിഴക്കേ വാതിലിൽ കൂടി, യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിൽ കൂടി ആ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്ന് ആ പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം മുഴുവനും, യെരുശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം മുഴുവനും നിറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പീൻ. ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ വാതിൽ മുഴുവനും അടഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു വലിയ മതിലാണ്. അതിൻ്റെ വാതിലുകളൊക്കെ പണ്ട് കാലത്ത് ആനകളെ നിർത്തി വലിച്ചു തുറക്കേണ്ടതായിട്ടുള്ള ആ നിലയിലുള്ള വലിയ വാതിലുകളാണ്.
എന്നാൽ കിഴക്കേ വാതിൽ എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് അവരടച്ച് സീല് ചെയ്തിരിക്കുക. യെരുശലേം നഗരത്തിൻ്റെ, യെരുശലേം ദേവാലയത്തിലേക്ക് കടക്കുന്ന ആ വലിയ വാതിൽ അത് അടച്ച് സീല് ചെയ്തിരിക്കുക. അത് മറ്റ് ശക്തികൾ, കർത്താവിൻ്റെ പ്രവചനം ഇങ്ങനെയുള്ളതിനാൽ എസെക്കിയേൽ പ്രവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അനന്തരം അവൻ എന്നെ ഗോപുരത്തെങ്കിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തെങ്കിലേക്ക് തന്നെ കൊണ്ടുചെന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എസെക്കിയേലിനെ ആ കിഴക്കോട്ടുള്ള ഗോപുരത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഒലിവ് മലയിൽ ഇറങ്ങുകയും ഒലിവ് മലയിൽ നിന്നും ആ സാന്നിധ്യം യെരുശലേം ദേവാലയത്തിലേക്ക് വരിക. അനന്തരം അവനെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ. ആ വാതിലുകൾ, അനേക വാതിലുകൾ, ഈ യെരുശലേം നഗരത്തിന് അനേക വാതിലുകൾ കാണാം. അതിൻ്റെ ഒരു പ്രധാന കവാടമുണ്ട്. അതിലൂടെയാണ് യെരുശലേം ദേവാലയത്തിലേക്ക് കടക്കുന്ന ശലോമോൻ്റെ മണ്ഡപം എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തുള്ള ഒരു വലിയ വാതിലുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 134 സങ്കീർത്തനം കൂടെ ഒന്നൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. 134 സങ്കീർത്തനം 134, സാംസ് 134. അതിൻ്റെ 3 വാക്യങ്ങളേ ഉള്ളൂ. എന്നാൽ ആ ഒരു സാഹചര്യം ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരേ യഹോവയെ വാഴ്ത്തുവീൻ. ഇതെന്താണെന്നറിയാമോ? യെരുശലേം ദേവാലയത്തിൽ 24 hours, 24 മണിക്കൂറും കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. അവിടെ 100 കണക്കിന് കൊയർ മെമ്പേഴ്സ് പാടുവാനായിട്ട്, കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്, പൗരോഹിത്യ വൃന്ദം, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആരാധനയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും. അങ്ങനെ 24 മണിക്കൂർ ഒരിക്കലും യെരുശലേം ദേവാലയത്തിലെ ആരാധന നിന്നു പോകത്തില്ല. അതുപോലെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാത്രിയിലും 24 hours. അപ്പോൾ ഉലകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ യെരുശലേം ദേവാലയത്തിൽ വരുന്നവർ, യഹൂദന്മാരായിട്ടുള്ളവർ, അവർ ആ ദേവാലയത്തിൽ വരുമ്പോൾ അവർക്ക് അവിടുന്ന് പോകാൻ മനസ്സില്ല. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ, നിൻ്റെ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്ന എനിക്കേറെ ഇഷ്ടം, കർത്താവിൻ്റെ ആ സന്നിധിയിൽ വീണ് കിടക്കുവാനായിട്ട്, കർത്താവിനെ സ്തുതിച്ചു വണങ്ങുവാനായിട്ട് അത്ര സന്തോഷത്തോടു കൂടിയാണ് അവരെത്തുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നൊക്കെ പാടി, ആരോഹണ ഗീതങ്ങളൊക്കെ പാടി സ്തുതിച്ചുകൊണ്ട് അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. ഇവിടെ രാത്രിയായിട്ടും അവർ പോയിട്ടില്ല. അങ്ങനെ രാത്രിയിൽ 10, 11, 12 മണിക്ക് മുൻപായിട്ട് ആ നഗരവാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ ആ വാതിൽ അടയുന്നതിന് മുൻപായിട്ട് അവർ ആലയത്തിൽ നിൽക്കുന്നവരെ നോക്കി പറയുന്നൊരു ഭാഗം, അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ച് നിൽക്കുന്ന ഹല്ലേലൂയ ആ പൗരോഹിത്യ വൃന്ദം, ആ ഗാന ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന, ദൈവിക ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന ആ ജനത്തെ നോക്കി പറയാം, യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ഒന്നിച്ച് ചേർന്ന് വാഴ്ത്തി സ്തുതിക്കുവാനായിട്ട് അവരുടെ ആഹ്വാനം. അടുത്ത വാക്യം കാണിച്ചേ. അതിൽ പറയാണ്, വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. അതിലേക്ക് കരങ്ങൾ ഉയർത്തി യഹോവയെ വാഴ്ത്തി സ്തുതിക്കാൻ പറയുക. അതിന് അടുത്ത വാക്യം, അവരങ്ങനെ പാടുമ്പോൾ, അവരങ്ങനെ പറയുമ്പോൾ അകത്തു നിന്ന് ആ പൗരോഹിത്യ വൃന്ദം അവരെ വന്ദനം ചെയ്യും. അവരോട് മറുപടി പറയുന്ന ഭാഗമാണ് ഈ വാക്യം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആ അനുഗ്രഹം സ്വീകരിച്ചാണ് അവർ പോകുന്നത്. ആ ഒരു സങ്കീർത്തനമാണ്. 3 വാക്യമേ ഉള്ളുവെങ്കിലും ഇതെല്ലാം അനേക കാര്യങ്ങളിൽ നിന്ന് പറയുവാൻ കഴിയുന്നതായിട്ടുള്ള സങ്കീർത്തനമാണ്. ഞാൻ എസെക്കിയേലിലേക്ക് മടങ്ങി വരിക. എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, 1, 2, 3 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ച്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പി, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ തന്നെ. ആ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുന്നത് എന്നാണെന്നാണ് എസെക്കിയേലിനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ആ എസെക്കിയേൽ പറയുകയാണ്, അനന്തരം അവനെ ഗോപുരത്തിൻ്റെ കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. എസെക്കിയേലിനെ കൊണ്ട് കാണിക്കുക. അവിടുന്ന് ദൈവത്തിൻ്റെ മഹത്വം പോയതുപോലെ മടങ്ങി തിരിച്ച് യെരുശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരികയാണ്. അതിൻ്റെ അടുത്ത വാക്യം നോക്കിയേ. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് കിഴക്കെന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ വാതിലുണ്ട്.
ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒലിവ് മലയാണ്. അവിടുന്ന് 1 മൈൽ ദൂരത്തിലാണ് ഒലിവ് മല തുടങ്ങുന്നത്. ആ ഒലിവ് മലയിലേക്കാണ് കർത്താവിൻ്റെ പാദം ചവിട്ടാൻ പോകുന്നത്. രാജാതി രാജാവായിട്ട് കർത്താവ് വരാൻ പോകുന്ന ആ ഒലിവ് മലയിലേക്കാണ്. അത് 2ആയിട്ട് കീറാൻ പോവുകയാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കിഴക്കേ വാതിലൂടെ യെരുശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരാൻ പോകുന്ന കാര്യമാണ്. സങ്കീർത്തനത്തിൽ കൂടെ ദാവീദ് പറയുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. അടുത്ത വാക്യം, കർത്താവിൻ്റെ ആ 2ാമത്തെ വരവിൻ്റെ ആ ഒരു അതിഭയങ്കരതയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ ഈ ദർശനങ്ങൾ കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. എസെക്കിയേൽ പറയുകയാണ്, താൻ പ്രവാസത്തിലായിരുന്നപ്പോൾ കേബാർ നദീതീരത്ത് വെച്ച് കർത്താവിൻ്റെ ഒരു വലിയ പ്രത്യക്ഷത തനിക്കുണ്ടാകുകയുണ്ടായി. അതേപോലെ തന്നെയായിരുന്നു ഞാനിത് കണ്ടതെന്ന് പറയുകയാണ്. അടുത്ത 4-5 വാക്യങ്ങൾ, യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി, അതായത് കിഴക്കേ ഗോപുരം, കിഴക്കേ വാതിൽ, അതിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കിഴക്കേ വാതിൽ, ഈസ്റ്റ് ഗേറ്റ്, ജെറുസലേം ഈസ്റ്റ് ഗേറ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഭയങ്കര നെടുനീളത്തിലുള്ള മതിലാണ്. അതിൻ്റെ ഭയങ്കര നമുക്ക് ആന പിടിച്ചാൽ തുറക്കത്തില്ല, അതുപോലുള്ള വലിയ ഗേറ്റ്. ആ ഗേറ്റ് അങ്ങനെ സീല് ചെയ്തേക്കുക. കാര്യം യാതൊരു കാരണവശാലും അത് തുറക്കരുത്. കാര്യം കർത്താവിൻ്റെ തേജസ് അതുവഴിയായി വരും എന്ന് തിരുവചനത്തിൽ കൂടി പ്രവചന ഭാഷയിൽ നമ്മളെ അറിയിച്ചിരിക്കുക. അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാരണം അതുണ്ടാകാതിരിക്കാൻ അതിൻ്റെ മുന്നിലുള്ള സൈഡുകൾ, ആ മുൻവശത്തുള്ള ആ ഒരു ലാൻഡ് മുഴുവനും വേറെ പല കാര്യങ്ങൾക്കായിട്ട് സെമിത്തേരി ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്ത് മാറ്റി ഇതിനെ ഒരിക്കലും തുറക്കാത്തവണ്ണം സീൽ ചെയ്തിരിക്കുക. എന്നാൽ യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആ വാതിൽ തുറക്കും. അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ കർത്താവിൻ്റെ വരവാകും. അന്ന് ആ വാതിൽ തുറക്കും. അടുത്ത വാക്യം കാണിച്ചേ. ആത്മാവ് എന്നെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. പ്രൈസ് ഗോഡ്. എസെക്കിയേലിനെ നേരെ എടുത്തുകൊണ്ട് ആത്മാവ് ആ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കിഴക്കേ വാതിൽ കൂടി ദൈവത്തിൻ്റെ തേജസ് ആ പരിശുദ്ധ സ്ഥലത്തുകൂടി അതിപരിശുദ്ധ സ്ഥലത്തെ ആലയത്തെ നിറച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. ഇതാണ് നാം സങ്കീർത്തനത്തിൽ കൂടി ഇപ്പോൾ വായിച്ച് കേട്ടത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. അനേക ആരാധനകൾ ഈ ദേശത്തുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സത്യത്തിലും ആത്മാവിലും വചനപ്രകാരം കർത്താവിനെ ആരാധിക്കുവാൻ, വചനത്തിൻ്റെ വെളിപ്പാട് പ്രകാരം കർത്താവിനെ ആരാധിക്കുവാൻ ഈ എറണാകുളം പട്ടണത്തിൽ കർത്താവ് നമുക്ക് ഇങ്ങനൊരു മുഖാന്തരത്തെ തുറന്നു തന്നിരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിച്ച് നാം ഈ ചർച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേൽക്കുകയും കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ മാത്രം പാടും. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ എന്നുള്ള പാട്ടിൻ്റെ ചില ചരണങ്ങൾ മാത്രം പാടുമ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ചർച്ച സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശ്രീരവും എന്റെ കോട്ട.
കോട്ടയും നീ മാത്രമേ. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യം നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യം നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എൻ യേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എൻ യേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ. മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. ദ ഗേറ്റ് ചർച്ച് എറണാകുളം പ്രാർത്ഥിച്ച് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ഞാൻ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ആരും വായ തുറക്കാതിരിക്കരുത്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈ ദേശത്ത് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാനായിട്ട്, അവൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നമുക്ക് തുറന്ന് ലഭിച്ചിരിക്കുന്ന ഈ വലിയ വാതിലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദേശത്തിൻ്റെ അധിപതി ഇതിനെ ജയിക്കാതെ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ് വരെ ഈ ദേശത്തൊരു അനുഗ്രഹമായി അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, ഹല്ലേലൂയ മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ അനേകർക്ക് വെളിച്ചമായി അനേകരെ സത്യത്തിലേക്ക് നയിക്കുവാൻ, ഹല്ലേലൂയ ഈ ദേശത്ത് ഈ ചർച്ച ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ,
ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾ കർത്താവേ ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ മനോഹരത്വം കാണുവാനും യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ കർത്താവേ, സങ്കീർത്തനക്കാരോട് ചേർന്ന് ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ മനോഹരത്വം കണ്ടുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങയുടെ ആലയത്തിൻ്റെ മനോഹാരിത കണ്ടുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ മക്കളായ അടിയങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വരുന്നു. തിരുമുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് തുറന്ന് ലഭിച്ചിരിക്കുന്ന വലിയ വാതിലിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങളെല്ലാവോളം അധ്വാനിക്കുവാൻ ഞങ്ങളെല്ലാം ഓരോരുത്തരും കർത്താവേ അവിടുത്തെ സന്നിധിയിൽ സമർപ്പണത്തോടുകൂടി ആയിരിക്കുന്ന കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഗേറ്റ് ചർച്ച് എറണാകുളത്ത് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ അങ്ങയുടെ വരവ് വരെ കർത്താവെ അനുഗ്രഹത്തോടെ അനേകായിരങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാൻ അങ്ങിടയാക്കേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രമാ, അങ്ങയാൽ തുറന്നു കഴിഞ്ഞാൽ അതാരും അടയ്ക്കാത്തവനായി, അങ്ങ് അടച്ചാൽ ആരും തുറക്കാത്തവനായി, ദാവീദിന്റെ താക്കോലുള്ളവനായ ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഗേറ്റ് ചർച്ച് എറണാകുളത്ത് ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹല്ലേലൂയ കർത്താവേ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഒന്നായി അധ്വാനിക്കുവാൻ കർത്താവേ ഈ ചർച്ചിനെ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഒന്നിച്ച് ചേർന്ന് അങ്ങയുടെ വരവ് വരെ വിശ്വസ്തരായി നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയരുവാൻ അങ്ങ് സഹായിക്കും. ഈ ദേശത്ത് ഈ ചർച്ച് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കും. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. 2026 ജനുവരി 11 ദ ഗേറ്റ് ചർച്ച് എറണാകുളം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായി കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ എന്നുള്ള അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ ചർച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചതായി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. തുടർന്ന് തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടി നാം ആയിരിക്കുകയാണ്. കർത്താവ് നമ്മളോട് ഇടപെടേണ്ടതിനായിട്ട് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ, എൻ്റെ ഹൃദയത്തിന് അത് ഏറ്റവും തണുപ്പായി എന്ന് പറയുവാൻ, എൻ്റെ ശരീരത്തിന്, എൻ്റെ പ്രാണന്, എൻ്റെ ആത്മാവിന് ഒക്കെ അത് അനുഗ്രഹമായി എന്ന് പറയുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തെ പാടിയും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും നമുക്കൊന്നിച്ചായിരിക്കാം. കഷ്ടാനുഭവ ചിന്തകൾ പങ്കിടുവാനായിട്ട് കർത്താവിൻ്റെ ദാസന്മാരിൽ എൽദോ വർഗീസ് ബ്രദർ മുന്നോട്ട് കടന്നു വരും. ബ്രദർ എൽദോ വർഗീസ് മുന്നോട്ട് കടന്നു വരികയും കഷ്ടാനുഭവ ചിന്തകൾ നമ്മോട് പങ്കിടുകയും ചെയ്യും. തുടർന്ന് തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായിരിക്കുന്ന നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 18 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് ആ വാക്യങ്ങൾ.
ഇവിടെ നമ്മൾ വായിച്ചത് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു പോകുന്നു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പൗലോസ് പറയുന്നത് പൗലോസും പൗലോസിനോട് കൂടെ ഉള്ളതായിരിക്കുന്ന സകല വിശ്വാസികളും പ്രത്യേകിച്ച് കൊരിന്തിലെ വിശ്വാസികളോടും ഒക്കെ പറയുന്നത്, പ്രിയമുള്ളവരെ, അത്യുന്നതനും മഹാപരിശുദ്ധനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് എങ്ങനെയാണ് നമുക്ക് നിരപ്പ് വന്നത്, നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് നിരന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം പറയുകയാണ്. ദൈവം തന്നെയാണ് വഴി, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിലുള്ളായിരിക്കുന്ന മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ടോ മനുഷ്യൻ്റെ അധ്വാനങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ അവൻ്റെ സമർപ്പണ ജീവിതം കൊണ്ടോ സാധ്യമല്ല. ദൈവത്തോടൊരു മനുഷ്യൻ നിരപ്പ് പ്രാപിക്കണമെങ്കിൽ ദൈവം തന്നെ പ്രവർത്തിക്കണം. ദൈവം വലിയത് പ്രവർത്തിച്ചു നോക്കി വായിക്കുന്നത്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു പോന്നു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത്, ഇന്ന് നമ്മൾ നിരപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തോട് സമാധാനം, നിരപ്പെന്ന് പറഞ്ഞാൽ സമാധാനം, ദൈവത്തോട് സമാധാനം പ്രാപിച്ചിരിക്കുന്നത് ഈ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ നിമിത്തമാണെന്ന്. ആ ശുശ്രൂഷ എന്താണെന്ന് താഴേക്ക് പറയുന്നത്. നമ്മുടെ മാത്രമാണോ? പൗലോസ് അതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുക, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു, ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. രണ്ട് കാര്യം പറയുന്നത്, നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത് ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന ഈ സുവിശേഷം, ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചായിരിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഓരോരുത്തരും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചതെന്ന് പറഞ്ഞിട്ട് പൗലോസ് അങ്ങ് കാലങ്ങളുടെ അപ്പുറത്തേക്ക് പോയി, അങ്ങ് പോയി ആദാമിൻ്റെ അവസ്ഥ ആ കാലത്തിലേക്ക് പോയി. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, ഈ കാലത്തെ രക്ഷാപദ്ധതി മാത്രമല്ല ഇതെന്നാണ് പറയുന്നത്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. പൗലോസ് ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോഴായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിന് ബോധ്യപ്പെടുത്തിയത്, അത് ഈ കാലത്തെ രക്ഷാപദ്ധതി മാത്രമല്ല, ഈ കാലത്തിലെ ജനങ്ങളുടെ വിടുതൽ മാത്രമല്ല, ഏതെല്ലാം കാലത്ത് ഏതെല്ലാം മനുഷ്യൻ ദൈവത്തോട് സമാധാനം പെട്ടിട്ടുണ്ടോ അഥവാ നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ അതിൻ്റെ സുവിശേഷമാണ് ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം പഴയ നിയമ വിശുദ്ധന്മാരെയൊക്കെ നമുക്കറിയാം അല്ലേ, ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. അവരൊക്കെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചതാ. ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. പൗലോസ് ഇത് എങ്ങനെയാണ് അവർ നിരപ്പ് പ്രാപിച്ചതെന്ന് പൗലോസിന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾക്ക് തന്ന, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ച ഈ സുവിശേഷ പ്രകാരം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവം ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് താഴെ പറയാണ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഇന്ന് പൗലോസ് പറയണം, ഇന്ന് ഈ ലോകത്തോട് ഞങ്ങൾ പ്രബോധിപ്പിക്കുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. എങ്ങനെ നിരപ്പ് പ്രാപിക്കണം? ഞങ്ങൾ പ്രബോധിപ്പിക്കുന്ന പോലെ, ഞങ്ങൾ പറയുന്ന സുവിശേഷം പോലെ. എന്നിട്ട് താഴെ പറയാണ്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് അതിൻ്റെ കാര്യം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വാക്യമുണ്ടല്ലോ അല്ലേ, എന്നാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കർത്താവിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പാണ് കാൽവരിയിലെ കുരിശിൽ പാപമറിയാത്തവനായി പാപികൾക്ക് വേണ്ടി പാപികളുടെ പാപത്തെ ചുമന്നൊഴിപ്പാനായി അറുക്കപ്പെട്ടതെങ്കിലും ദൈവത്തിൻ്റെ നിത്യമായിരിക്കുന്ന ദൃഷ്ടിയിൽ, നിത്യനായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥല കാല പരിമിതികളില്ലാത്ത, കാലഭേദങ്ങളില്ലാത്ത ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ലോകസ്ഥാപനം മുതൽ തൻ്റെ ഓമനപുത്രൻ അറുക്കപ്പെട്ടവനായി നിൽക്കുന്നു. നമ്മൾ വിചാരിക്കും ഈ 2000 വർഷം മുമ്പല്ലേ ആ സംഭവം ഉണ്ടായേ, അതൊരു യാദൃച്ഛിക സംഭവം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ദൈവം പറയും, അല്ല, അങ്ങനെയല്ല.
മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ കാലം മുതൽ സകല മനുഷ്യൻ്റെയും പാപത്തെ ചുമന്നൊഴിപ്പാനായി ദൈവം തീരുമാനിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ അങ്ങനെയാണ് പരിചയം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം പൗലോസ് പറയാണ്, അതെങ്ങനെയാണ് ഇത്രയും കാലവും സാധ്യമായത്? പഴയ കാലം മുതലേ ഇതെങ്ങനെ സാധ്യമായി? ഇന്ന് ഞങ്ങൾ പറയുന്ന സുവിശേഷത്താൽ, ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ച സുവിശേഷത്താൽ, വേറെ ആരുടെയും പക്കൽ ഏൽപ്പിച്ചതല്ല, വേറെ ആർക്കും അതറിയില്ല. ഞാൻ പറയുന്ന പൂർവ്വ പിതാക്കന്മാർ ദൈവത്തോട് നിരപ്പുള്ളവരായിരുന്നു, സന്തോഷമുള്ളവരായിരുന്നു, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവരായിരുന്നു. ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ ദൈവമക്കളും ദൈവത്തിൻ്റെ സന്താനങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ ദൈവസന്നിധിയിലേക്ക്, ആ ഭയങ്കര തേജസ്സിൻ്റെ സന്നിധിയിലേക്ക്, പാപമടുത്തുകൂടാത്ത പിന്നെ ഭയങ്കരമായിരിക്കുന്ന തേജസ്സിൻ്റെ അടുക്കിലേക്ക്, പരിശുദ്ധനായവൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾക്ക് എങ്ങനെ പ്രവേശനം ലഭിച്ചു എന്ന് അവർക്കാർക്കും അറിയില്ല. പക്ഷെ ഇതാ കാലങ്ങൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നോക്കിയ പൗലോസിന് സത്യം മനസ്സിലായി. ലോകത്തെ നിരപ്പിച്ചു പോകുന്നത് ഇന്ന് ഞങ്ങൾ പറയുന്ന സുവിശേഷത്താലാണ്, കാൽവരി കുരിശിലെ യാഗമരണത്താലാണ് എന്ന് മനസ്സിലായി. യെശയ്യാപ്രവചനം 53 നിന്നും കൂടെ ഒരു വാക്യം വായിച്ച്, ഒരു വേദഭാഗം വായിച്ച് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും പറയുന്ന ഭാഗങ്ങളാണെങ്കിലും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുക, അതിൻ്റെ 4-ാമത്തെ വാക്യം തൊട്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഈ യെശയ്യാ പ്രവചനം 53 നമ്മുടെ 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 എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? നമ്മുടെ അല്ല. നിങ്ങളത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഈ നമ്മളൊന്നും അന്ന് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല പ്രിയമുള്ളവരെ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പാവങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കുന്നത്? അതല്ല ഇവിടെ പറയുന്നത്. ഈ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടതായിരിക്കുന്ന വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന യഹൂദൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ്, യഹൂദിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പണ്ടേ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് യഹൂദന് സമാധാനം വന്നിരിക്കുന്നു. ഇതൊക്കെ എടുത്ത് നമ്മുടെയാണെന്നൊന്ന് എല്ലാവരും ഘോഷിക്കും. പക്ഷെ സന്ദർഭം അറിയാതെ പറയുന്നതാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താലല്ലാതെ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കഴിഞ്ഞു പോയവരാകട്ടെ, ഇനി വരുവാനിരിക്കുന്നവരാകട്ടെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ആർക്കും യേശുവിൻ്റെ രക്തത്താലല്ലാതെ, യേശുവിൻ്റെ പാവപരിഹാര ബലിയാലല്ലാതെ ഒരിക്കലും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും ദൈവത്തോട് നിരക്കുവാൻ വഴി വേറെ ഒന്നുമില്ല. ഗെത്സമന തോട്ടത്തിൽ നമുക്കറിയാനായിട്ട് കഴിയും, 3 പ്രാവശ്യം വീണ് നിലവിളിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. എബ്രായ ലേഖനം പറഞ്ഞു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ താൻ അത് ശീലിച്ചു. താൻ ഉറച്ച നിലവിളിയോടും പക്ഷപാതത്തോടും കൂടെ അഭയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടി എന്നാണ് എബ്രായ ലേഖനത്തിൽ. ഉത്തരം കിട്ടി. എന്തുത്തരം? എന്താ നിലവിളിച്ചത്? പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. എന്താണ് ആ ചോദിച്ചത്? ഞാൻ മരിച്ചിട്ടല്ലാതെ ഈ മാനവ സമൂഹത്തിന് ഒരു രക്ഷാപദ്ധതി ഒരുക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ദൈവമേ ഒരുക്കണമേ എന്നാ. ഞാൻ മരിച്ചിട്ടല്ലാതെ. ഉത്തരവും കിട്ടിയെന്ന് പറഞ്ഞേ, ഇല്ല, വേറൊരു വഴിയുമില്ല. ഈ ലോകത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ പാപങ്ങളെ പരിഹരിക്കാനായിട്ട് തൻ്റെ ഏകജാതനായ പുത്രൻ അതിദാരുണമായി ക്രൂശിൽ മരിച്ചിട്ടല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ മേശയെങ്കിലേക്ക് അടുക്ക് വരുമ്പോൾ ഓർക്കുക, ഈ നമ്മുടെ ഓരോരുത്തരുടെയും
നീതീകരണത്തിൻ്റെ വിലയാണ് കൊടുത്തത്, ക്രിസ്തുവിൻ്റെ രക്തം. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ ആ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ആ സ്വർഗരാജ്യങ്ങളിൽ ആനന്ദിച്ച് തുള്ളും, ആർത്ത് ഘോഷിക്കും. ഏതിൻ്റെ വിലയാലാണെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാൽ, അതല്ലാതെ മറ്റൊന്നുമില്ല. ദൈവം എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് അടുത്തു വരികയും ആ ശുശ്രൂഷയെ ഭക്തിയോടെ നമുക്ക് ആചരിക്കുകയും ചെയ്യാം. തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നാം അടുത്തു വരികയാണ്. കർത്താവിൻ്റെ ദാസൻ എൽദോ ബ്രദറിൽ കൂടെ കേട്ട ആ ദൈവിക ആലോചനയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. ഹല്ലേലൂയ. പാപമറിയാത്ത കർത്താവായ യേശു ക്രിസ്തു പാപം അറിഞ്ഞിരുന്നില്ല, പാപത്തിൽ ഉരുവായില്ല, പാപത്തെ അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവ് ആ കാൽവറിയിൽ മറുവില യാഗമായി തീർന്നു. പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. കർത്താവിൽ പാപമില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. പാപമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കർത്താവ് മരിച്ചത്? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപമില്ലാത്ത ഒരാൾ എന്തിനാണ് മരിക്കുന്നത്? കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഉരുവായതാണ്. ആദാമ്യ പാപം കർത്താവിലില്ല. ആ ആദാമ്യ പാപത്തിൻ്റെ ഫലമായിട്ട് കർത്താവ് മരിക്കേണ്ടെന്ന് ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനാൽ ഉരുവായതാണ് കർത്താവ്. ഒരു മരണത്തിൻ്റെ ആവശ്യമില്ല. സാത്താന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ അധികാരമില്ല. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് മരിച്ചതെന്ന് ചോദിച്ചാൽ, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? നമ്മെ പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാനായി. ഹല്ലേലൂയ. ദൈവം ലോകത്തിൻ്റെ പാപങ്ങളെ കണക്കിടാതെ, ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ, ലോകത്തെ കാൽവറിയിൽ മൂന്നാണികളിൽ തൂങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ, അതിലെ ആഴമായ സമർപ്പണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, ലോകത്തെ ദൈവം ക്രിസ്തുവിൽ പിതാവായ ദൈവത്തോട് തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ശുശ്രൂഷയോടെയാണ് നാം ഈ ദേശത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനമായി ഈ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരപ്പിൻ്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ തിരുമേശയോട് നാം അടുത്ത് വരികയാണ്. ഈ മേശ വാക്കും ഭാഷണവും ഇല്ലാതെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. ഹല്ലേലൂയ. ഞാൻ പാപിയായിരുന്നു. എനിക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗവുമില്ലായിരുന്നു. എൻ്റെ പാപത്തിൻ്റെ ഫലമായി ഞാൻ ഒരു നാൾ മരിക്കും. ഈ ശരീരം വിട്ട് ഞാൻ വേർപെടും. അതിനുശേഷം ഞാൻ നിത്യ മരണത്തിലേക്ക് പോകും, രണ്ടാം മരണത്തിലേക്ക് പോകും, നിത്യ നരകാഗ്നിയിലേക്ക് പോകും. എന്നെ വീണ്ടെടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധനായ ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. എൻ്റെ പാപത്തിന് മറുവിലയായി തൻ്റെ പരിശുദ്ധ രക്തം, ആ ജീവനുള്ള രക്തം ആ കാൽവറി ക്രൂശിലെ മരക്കുരിശിൽ കൂടി ധാരധാരയായി ഒഴുകിയിറങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ധ്യാനത്തോട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നാം ഈ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 10-ാം അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 10-ാം അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ. 16-ാമത്തെ വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്തേ. 1 കൊരിന്ത്യർ 10:16. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നമ്മുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന അപ്പവീഞ്ഞുകൾ. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുശരീരവും ആ തിരു രക്തവും അതിന് നിദാനമായി ഈ അപ്പവീഞ്ഞുകൾ നമ്മുടെ മുന്നിൽ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
കർത്താവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. പ്രൈസ് ഗോഡ്. അവൻ്റെ രക്തത്താൽ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഉലകത്തിലുള്ള യാതൊന്നിനും നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ഒരു ദിവസം നിങ്ങൾ മരിക്കും, നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് പോകും. നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഉലകത്തിൽ സൂര്യൻ്റെ കീഴിൽ ഒരു സംഗതിക്ക് നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയാത്ത നേരത്ത് പരിശുദ്ധനായ ദൈവം തൻ്റെ പുത്രനെ ജഡ രൂപത്തിൽ ആദാമിൻ്റെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. നമുക്ക് പകരമായി നമ്മുടെ പാപം തൻ്റെ തോളിലേറ്റുകൊണ്ട് ആ കാൽവറിയിൽ ഒരു പരമയാഗമായി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചു. ഹല്ലേലൂയ. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം, അതിൻ്റെ ഓർമ്മയ്ക്കായി നാം കർത്താവിൻ്റെ അപ്പ വീഞ്ഞുകളിലേക്ക്, അതായത് അവൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ഭാഗമായ ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയിലേക്ക് അടുത്തു വരികയാണ്. അവിടെ പറയുകയാണ്, നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ഇത് നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. 2, നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം ഈ ബോർമയിൽ നിന്ന് വാങ്ങിയ ബ്രെഡായിരിക്കും ഇവിടെ നുറുക്കുന്നത്, പക്ഷേ അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ. നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട, പിച്ചി ചീന്തപ്പെട്ട, ഹല്ലേലൂയ ഹല്ലേലൂയ, അദ്ദേഹം എന്ന തിരശീല ചീന്തി പോവാനായിട്ടിടയായി. ആ പിച്ചി ചീന്തിയ ആ ശരീരത്തിൻ്റെ കൂട്ടായ്മ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ രക്തത്തിൻ്റെയും ആ ശരീരത്തിൻ്റെയും കൂട്ടായ്മയാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഭവിക്കുന്നത്. 17-ാമത്തെ വാക്യം കാണിച്ചേ. 17-ാമത്തെ വാക്യം, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഇങ്ങനെ കൂടി വരുമ്പോഴാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ നാം പലരാണ്. നാം പല മാതാപിതാക്കൾക്ക് ജനിച്ച് പല സാഹചര്യത്തിൽ ആയിരിക്കുന്നവരാണെങ്കിലും നാം ഒരപ്പൻ്റെ മക്കളും ഒരപ്പത്തിൻ്റെ അവകാശികളും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ മഹാഭാഗ്യത്തിനായിട്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ ഓർമ്മ പുതുക്കുവാനാണ് നാം തിരുശരീരത്തിൻ്റെ ഈ തിരുമേശയുടെ ഭാഗമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നത്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഹല്ലേലൂയ. ഒരു ശരീരത്തിൻ്റെ, ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗം. ഇംഗ്ലീഷിൽ നോക്കിയേ, ഫോർ വി ബീയിങ് മെനി are one bread and one body, for we are partakers of that one bread. മോനെ 16-ാമത്തെ വാക്യം കാണിച്ച് അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ? അവിടെ പറയാണ്, the cup of blessing which we bless, is it not the communion of the blood of Christ? The bread which we break, is it not the communion of the body of Christ? കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും ആ തിരുരക്തത്തിൻ്റെയും ഭാഗമാണ് നാം പലരായ നാം അപ്പം ഒന്നാകൊണ്ട് ഹല്ലേലൂയ നാം ചേർന്ന് ഈ അപ്പവീഞ്ഞുകളിലേക്ക് അടുത്ത് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഈ ശുശ്രൂഷയിലേക്ക് അടുത്ത് വരുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോട് നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നാം സാധാരണ ഒരു ഫുഡ് കഴിക്കുന്നത് പോലെയോ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുന്നത് പോലെയോ അല്ല ഇത്. ഹല്ലേലൂയ. എന്നേക്കുമായി നമ്മെ വീണ്ടെടുത്ത ഇതിൻ്റെ മഹത്വം, ഹല്ലേലൂയ, ഇതിൻ്റെ മഹിമ എന്താണെന്ന് നാം അറിയണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടണം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും ഭാഗമായി തീരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ആ ശുശ്രൂഷയിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ്. കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. അപ്പോൾ എൽദോ ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള ചില വാക്യങ്ങൾ നമ്മെ വായിച്ച് കേൾപ്പിക്കും. സർവ പാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവ പാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, പൂർവിനാഥ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, യേശുവോടി ലോകർ ചെയ്ത തോർക്ക നീ എന്നുള്ളമേ,
യേശുവോടി ലോകർ ചെയ്ത ദോർക്ക നീ എന്നുള്ളമേ വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തേരോ രക്തമേ വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തേരോ രക്തമേ. തിരുവെഴുത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിലാകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. നാം തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് അടുത്തു വരികയാണ്. ഈ തിരുമേശയിലേക്ക് ആർക്ക് ഫലങ്ങൾ നീട്ടുവാനായിട്ട് കഴിയും? ആർക്ക് ഇതിന്റെ ഭാഗവാക്കായി തീരുവാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പരിപൂർണ ബോധ്യമുള്ള എല്ലാവർക്കും ഈ തിരുമേശയുടെ ഭാഗമായി തീരുവാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. എൻ്റെ പാപം അവൻ ആ കാൽവറിയിൽ മോചിച്ച് ലഭിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാനുള്ള അധികാരമുണ്ട്. എന്നാൽ 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ, അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനോ ആ വിശ്വാസത്തിലേക്ക് വരുവാനുള്ള പക്വതയില്ലാത്തതിനാൽ ആ 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ ഇതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കണം എന്ന് ഞാൻ വിശേഷം ഓർമ്മിക്കുകയാണ്. നാം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പണത്തോട് നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് സൈഡിലോട്ട് മുന്നോട്ട് പുറകോട്ട് ഒക്കെ നോക്കി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏറ്റു പറഞ്ഞ് അയോഗ്യരായ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യം ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആയിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സർവ പാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവ പാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരോ രക്തമേ, പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരോ രക്തമേ. ശരീരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഇതിനെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി ചീന്തപ്പെട്ട അങ്ങയുടെ തിരു ശരീരത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഒരു കാലത്ത് കർത്താവേ, ഞങ്ങൾക്ക് ഇതിന് യാതൊരു യോഗ്യതയുമില്ലായിരുന്ന ഒരു സമയം ഞങ്ങൾക്കുണ്ട്. എന്നാൽ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു നിന്റെ മക്കളാക്കി നിന്റെ അവകാശികളാക്കി തീർത്തിരിക്കുക. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. തൃക്കരമതിന് മേൽ വയ്ക്കുമാറാകണം. അങ്ങയുടെ തിരു ശരീരത്തിന്റെ ഭാഗമായി തരുവാൻ അതിന്റെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിച്ച് കർത്താവെ അവിടുത്തെ തിരു ശരീരത്തെ ഞങ്ങൾക്ക് തന്നിരിക്കുക. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം.
ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തെന്നാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. യേശുവോടി ലോകർ ചെയ്ത തോർക്കമേ എന്നുള്ളമേ, യേശുവോടി ലോകർ ചെയ്ത തോർക്കമേ എന്നുള്ളമേ, വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുക ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവേ, ആ കാൽവറിയിലൂടെ ഒഴുകി ഇറങ്ങിയ ആ തങ്ക നിണത്തിനായി ഞങ്ങളുടെ പാപം പോക്കുവാൻ, കർത്താവേ, ആ കാൽവറിയിലൂടെ ഒഴുകിയ ആ തിരുരക്തത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷം നിന്റെ മക്കളായ അടിയങ്ങൾ കർത്താവേ ഇതിൽ നിന്ന് പാനം ചെയ്യുവാൻ ലഭിച്ച മഹാഭാഗ്യത്തിനായി ഹല്ലേലൂയ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിലെ അവിടുത്തെ രക്തത്തിൽ കർത്താവേ ഞങ്ങളുടെ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നില്ല. കർത്താവേ, അതിലെ അവിടുത്തെ തിരുരക്തത്തിനായി ഞങ്ങൾ നന്ദി പറയും. അവിടുത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവനൊന്ന് ഞാൻ കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം ഇത് എന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവരൊക്കെയും കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച കുറ്റക്കാരാണ്. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഹല്ലേലൂയ. ഈ തിരുശരീരത്തെയും തിരുരക്തത്തെയും വാങ്ങി പാനം ചെയ്യുവാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ, കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ, മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തീരുത്തല, മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തീരുത്തലയ്ക്കുള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ, ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ, നീണ്ട ഇരുമ്പാണി കൊണ്ട് ദുഷ്ടരാൽ കൈകാൽകളെ, നീണ്ട ഇരുമ്പാണി കൊണ്ട് ദുഷ്ടരാൽ കൈകാൽകളെ, തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, വഞ്ചക സാത്താനെ ബന്ധി ചന്തക
അന്ധകാരം നീക്കുവാൻ 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ സർവ പാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ സർവ പാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ യേശുവോടി ലോകർ ചെയ്ത തോർക്ക നീ എന്നുള്ളമേ യേശുവോടി ലോകർ ചെയ്ത തോർക്ക നീ എന്നുള്ളമേ വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ കാട്ടുചെന്നായി കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോൾ കാട്ടുചെന്നായി കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോൾ കൂട്ടമായി ദുഷ്ടരടിച്ച് പോൾ ചൊരിഞ്ഞ രക്തമേ കൂട്ടമായി ദുഷ്ടരടിച്ച് പോൾ ചൊരിഞ്ഞ രക്തമേ മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തീരുത്തല മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തീരുത്തലയ്ക്കുള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരിക്കൽ കൂടി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, തിരുമേശയുടെ ശുശ്രൂഷയായി ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, അടിയോട് ബലഹീനമുള്ള കരങ്ങൾ കർത്താവെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ അനുവദിച്ചു. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നിരിക്കുന്ന വലിയ ദൈവിക തേജസ്സിനായി, വലിയ ദൈവിക അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുമേശ കർത്താവെ, അവിടുത്തെ തിരുരക്തം അവിടുത്തെ കർത്താവെ തിരു ശരീരത്തിന്റെ ഭാഗമായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. കർത്താവെ, അത് ഞങ്ങളുടെ ശരീരത്തിന്, ഞങ്ങളുടെ പ്രാണന്, കർത്താവയുടെ ആത്മാവിന് അത് പുതു ചൈതന്യമായി, പുതുബലമായി, പുതുശക്തിയായി കർത്താവെ ഒക്കെ വ്യാപരിക്കേണ്ടതാണ്. ഏറ്റവും ഉത്സാഹത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ വീണ്ടും ഞങ്ങളെ സഹായിക്കണം. ഒരുപാട് ഞങ്ങളെ താഴ്ത്തുന്നു. അവിടുത്തെ സന്നിധിയിൽ വീണ്ടും ഞങ്ങളായിരിക്കുന്നു. പ്രഭപ്പെടരുതാണ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ. ഒരു പാട്ട് ഇപ്പോൾ പാടുകയും സ്തോത്രകാഴ്ച സമർപ്പിക്കാനുള്ള സമയമാണ്. കർത്താവിന് കൊടുക്കുവാനുള്ള സമയമാണ്. ആ സമയത്ത് പാട്ട് കൊയർ ലീഡ് ചെയ്യും.
വിരുദിനായി ലോകെ ഞാനെന്നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരമേശുരാജൻ സന്നിധൗ പറന്നിടും ഞാൻ മറുരൂപമായി പരമേശുരാജൻ സന്നിധൗ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാം തിരുവചനത്തിൻ്റെ ഒരു ചിന്തയിലേക്ക് വരികയാണ്. ഇതിനുശേഷം ആർക്കെങ്കിലും ഇവിടെ ചർച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ചതിൽ ഒരു വാക്കിൽ ആശംസകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങിക്കാട്ട് ഈ ഒരു ചെറിയ മെസ്സേജ്, ഒരു ചെറിയ ചിന്ത നിങ്ങളോട് അറിയിച്ചതിന് ശേഷം അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ 2 മിനിറ്റ് തരുന്നതായിരിക്കും. ആരെങ്കിലും അങ്ങനെ ആശംസകൾ അറിയിക്കണം. ദ ഗേറ്റ് ചർച്ച് എറണാകുളം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. തുടർന്നുള്ള കാലങ്ങളിൽ ഈ ദേശത്തൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ഞാൻ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും എൽദോ ബ്രദറിൻ്റെയും ഒക്കെ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ജനമാണ്. മറ്റുള്ള എല്ലാ ജില്ലകളെയും കൂടെ കൂട്ടിയാലും എറണാകുളത്തിൻ്റെ അത്രയും വരത്തില്ല. അത്രമാത്രം ജനം നമ്മളെ എറണാകുളം ജില്ലയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളത്തൊരു ചർച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ ഞങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് കർത്താവ് അതിന് മുഖാന്തരം ഒരുക്കിയിരിക്കുകയാണ്. ശക്തമായിട്ട്
അനേകരോട് ഈ ദേശത്ത് നിന്ന് അനേക സ്ഥലങ്ങളിലേക്ക്, കേരളത്തിൻ്റെ ബിസിനസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന എറണാകുളത്ത് നിന്ന് അനേക സ്ഥലങ്ങളിലേക്ക് ഇത് മുഴങ്ങിച്ചെല്ലുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന റോമാലേഖനമാണ് ക്രിസ്ത്യൻ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്നറിയപ്പെടുന്ന പുസ്തകം. ബൈബിൾ വിതിൻ ദ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് റോമാലേഖനം. ആ പുസ്തകം റോമിന് എഴുതുമ്പോൾ പോൾ റോം കണ്ടിട്ടില്ല, റോമിൽ പോയിട്ടില്ല, റോമ സഭ സ്ഥാപിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ഡോക്ട്രിൻ ഈ ബൈബിളിൽ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബുക്ക് ഏതാണ് ഈ കാലഘട്ടത്തിൽ? ഈ ബൈബിളിലുള്ള ബുക്കുകളിൽ ഏത് ബുക്കിനാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ രക്ഷിക്കാനുള്ള മെസ്സേജ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം, അത് റോമാലേഖനമാണ്. അടിസ്ഥാന ഉപദേശങ്ങൾ പറഞ്ഞിരിക്കുന്ന, ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി പറഞ്ഞിരിക്കുന്ന ബുക്കാണ് റോമാലേഖനം. പൗലോസ് അപ്പോസ്തലൻ റോം കണ്ടിട്ടുകൂടില്ല. പിന്നെ എന്തുകൊണ്ടാണ് റോമിന് ഇത്ര വലിയൊരു ലേഖനം എഴുതാൻ കാര്യം? ആരുടെയല്ല കൊടുത്തുവിട്ടത്? കെങ്ക്രയയിലുള്ള ഒരു സഹശുശ്രൂഷകയായിരിക്കുന്ന ഫേബ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കയ്യിൽ. എന്താ അങ്ങനെ കൊടുത്തു വിടാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അങ്ങനെ റോമിന് എഴുതാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ ലോകത്തിൻ്റെ ക്യാപിറ്റലാണ് റോം എന്ന് പറയുന്നത്. അന്നുള്ള ഉലകത്തിൻ്റെ ക്യാപിറ്റലാണ്. കാര്യം എല്ലാം റോമിൻ്റെ അധീനതയിലാണ്. അതിനു മുൻപ് ഗ്രീക്ക് അധീനതയിലായിരുന്നു. ഗ്രീക്ക് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധീനതയിലായിരുന്നു. അതിനുശേഷം റോമൻ കൈസർമാർ, ആ കൈസർമാരുടെ അധീനതയിലാണ്. ലോകം മുഴുവൻ അവരുടെ അധീനതയിലാണ്. യെരുശലേം റോം ഭരിക്കുക, മുഴുവൻ രാജ്യവും റോം ഭരിക്കുക. അന്ന് ബ്രിട്ടീഷ് നമ്മളെ ഭരിച്ചിരുന്നത് പോലെ അന്ന് റോം ഭരിക്കുക ഉലകം മുഴുവനും. അന്ന് റോമിൽ നിന്ന് ഈ മഹത്വമേറിയ സുവിശേഷം ഉലകം മുഴുവനും അധികാരത്തോടെ കടന്നു ചെല്ലണം. അതുകൊണ്ട് പൗലോസ് റോമിലേക്ക് ഈ സുവിശേഷം എഴുതുകയാണ്. റോമിലെ സഭകളിൽ ഇത് പ്രചരിച്ചു തുടങ്ങണം, റോമിലെ സഭകൾ ഇത് പ്രസംഗിച്ചു തുടങ്ങണം, റോമിൽ നിന്ന് ഇത് ഉലകം മുഴുവനും എത്തിച്ചേരണം. പ്രൈസ് ഗോഡ്. പൗലോസ് അപ്പോസ്തലനെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു വ്യക്തിയാണ്. അദ്ദേഹം സുവിശേഷം അറിയിച്ചത് കൊരിന്ത് എന്ന് പറയുന്നത് ഗ്രീസ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ രാജ്യമാണ് ഗ്രീസ്. അതിൻ്റെ വെളിച്ചമെന്നറിയപ്പെടുന്ന ദേശമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ഗ്രീസിൻ്റെ വെളിച്ചമെന്നാണ് കൊരിന്തിനെ അറിയപ്പെടുന്നത്. ആ കൊരിന്തിന് ലേഖനം എഴുതുക. എഫെസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേ സൈഡാണ്, അതായത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഈസ്റ്റേൺ സൈഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഈസ്റ്റേൺ വേൾഡിൻ്റെ ക്യാപിറ്റലാണ് എഫെസോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലാണ് എഫെസോസ്, അതുപോലെ ആന്തിയോക്യ, അതുപോലെ ത്രോവാസ്, ഫിലിപ്പിയ, തെസലോനിക്ക, കൊരിന്ത്, റോം, ഇതെല്ലാം അന്നത്തെ പ്രമുഖ പട്ടണങ്ങളാണ്. അവർക്കാണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതാരാ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന് എന്താ ഇത്ര വലിയ കണക്ഷൻ? അദ്ദേഹത്തിൻ്റെ കണക്ഷൻ കർത്താവിൻ്റെ കണക്ഷനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര മഹത്വമേറിയ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ ന്യൂയോർക്ക് മാതിരി, ഇന്നത്തെ ലണ്ടൻ, പാരീസ്, ദുബായ്, സിംഗപ്പൂർ, ബെയ്ജിങ്, ടോക്കിയോ എന്ന് പറയുന്നത് മാതിരിയുള്ള സ്ഥലങ്ങളാണ് അന്ന് അറിയപ്പെടുന്ന ലോകത്തിൻ്റെ ക്യാപിറ്റലുകളാണ്. ഈ എഫെസോസ് എന്നും ഈ റോമെന്നും ഈ ഫിലിപ്പിയ എന്നും തെസലോനിക്ക എന്നും ഒക്കെ പറയുന്നത്. ഹല്ലേലൂയ. അതുപോലുള്ള രാജ്യങ്ങളിൽ കൂടി ഈ മഹത്വമേറിയ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ തന്നോളം അധ്വാനിച്ചു. ഉലകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന നിലയിൽ ഒറ്റയാൾ പട്ടാളം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് വേണ്ടി നിന്ന ആളാണ് പൗലോസ് അപ്പോസ്തലൻ. ഞാൻ അതുകൊണ്ട് പറയുകയാണ്, നാം ഏതെങ്കിലും അടിമാലി കൊണ്ടോ ഏതെങ്കിലും സുൽത്താൻ ബത്തേരി കൊണ്ടോ നിൽക്കേണ്ട ആളല്ല. ഈ സുവിശേഷം നാം കേരളം മുഴുവനും പരത്തണം. ഈ സുവിശേഷം കൊച്ചിയിൽ നിന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരന്നു ചെല്ലണം. എറണാകുളത്ത് നിന്ന് ഇതെല്ലായിടത്തും പടരണം. പെരുമ്പാവൂരിലെത്തണം, മൂവാറ്റുപുഴയിലെത്തണം, കോട്ടയത്ത് നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പടരണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ കാലഘട്ടത്തിൽ അബ്രഹാമിനോ മോശയ്ക്കോ മറ്റ് യെശയ്യാവിനോ യെരമ്യാവിനോ എസക്കിയേലിനോ ഒന്നും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതും ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ എഴുതി നമുക്ക് വെളിപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ആ മർമ്മങ്ങളുടെ വ്യവസ്ഥ
ഹല്ലേലൂയ. ഇത് ലോകത്തെ അറിയിക്കുവാൻ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എറണാകുളത്ത് നാം ചർച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുക. ഇത് ഇവിടുന്ന് ഒരു വെളിച്ചമായി അനേകരിലേക്ക് എത്തണം. തുടർമാനമായി ഇവിടെ കൂട്ടായ്മയും ഇവിടെ പ്രാർത്ഥനകളും ഇവിടെ കൺവെൻഷനുകളും ഇവിടെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. ഉത്തരവാദിത്വത്തോടെ നിൽക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തി പകരട്ടെ, പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓരോരുത്തരുടെയും മേൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ രക്ഷയുടെ സന്തോഷം, ഇത് ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കാനോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സ്ഥാപിക്കാനോ അല്ല, നമ്മുടെ രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കാനാണ്. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അല്പസമയം ഞാൻ ആശംസകൾക്ക് വേണ്ടി വേർതിരിക്കുവാണ്. എറണാകുളത്ത് ഗേറ്റ് ചർച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ കർത്താവ് കൃപ തന്നു. ആർക്കെങ്കിലും അതിൽ ഫെലിസിറ്റേഷനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആശംസകളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. ഈ 2 മിനിറ്റ് ഉപയോഗിച്ച് ഈ 2 മിനിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശംസകൾ അറിയിക്കാൻ ഉള്ള അവസരമുണ്ട്. പ്രാരംഭമായിട്ട് ഞാൻ വർഗീസ് കുര്യനച്ചാനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. എറണാകുളത്ത് നിന്നും ഇന്നർ സർക്കിളിൽ ഉള്ള പ്രിയ വർഗീസ് കുര്യനച്ചാൻ മുന്നോട്ട് കടന്നു വരികയും ചില വാക്കുകളിൽ ആശംസ അറിയിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും ആശംസകളുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റെഡിയായിരിക്കുക. നമുക്ക് സമയമില്ല. അതിനുശേഷം പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരു പാട്ടോട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അനേക നാളുകൾ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എറണാകുളത്ത് ഇങ്ങനൊരു കൂട്ടായ്മ ആരംഭിക്കണമെന്നുള്ളത്. നമ്മൾ നേരത്തെ ഒന്ന് തുടങ്ങി വെച്ചു, എന്നാൽ നമ്മളത് ഇടയ്ക്ക് നിർത്തേണ്ടതായിട്ടൊരവസ്ഥ കടന്നു വന്നു. വീണ്ടും ഞാനും തോമസ് ജോർജ് ബ്രദറുമായിട്ടും എൽഡോ ബ്രദറുമായിട്ടും പലപ്പോഴും സംസാരിക്കുകയുണ്ടായി, ചെറിയാൻ സാറുമായിട്ടും പ്രത്യേകമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോഴൊക്കെയും വേണം ബ്രദറെ, നമുക്ക് അത്യാവശ്യമായിട്ട് എറണാകുളത്ത് ഒരു കൂട്ടായ്മ വേണം. പ്രത്യേകിച്ച് തോമസ് ജോർജ് ബ്രദർ ഈ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത്, അച്ഛാ ഈ പ്രാവശ്യം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കൂട്ടായ്മ ആരംഭിച്ചിട്ട് പോകാനായിട്ടാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാം, ആ വിഷയത്ത് പ്രാർത്ഥിക്കാം, ദൈവം അതിന് നമുക്ക് മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഒരു ദിവസമായിരുന്നു ഈ നല്ല ദിവസം. ഈ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് തോമസ് ജോർജ് ബ്രദറെ നമുക്ക് ക്യാപ്റ്റനായിട്ട്, നമ്മുടെ ലീഡറായിട്ട്, നമ്മുടെ അമരക്കാരനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഷെബി സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കാണാനൊക്കെ ഇടയായി. അത് കൂടാതെ കുഞ്ഞുങ്ങൾ 2 ആഷിഷ്മോനും വന്നിട്ടുണ്ട്, റീതു ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുടുംബമായിട്ട് ഈ ആവശ്യങ്ങൾക്കായിട്ടും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെയായിട്ട് വന്നു. എല്ലാം അനുഗ്രഹമായിട്ട് ഇനി തോമസ് സാറ് കടന്നു പോവും. ഏതായാലും ആദ്യം തന്നെ ആശംസ അറിയിക്കാനുള്ളത് തോമസ് സാറിന് തന്നെയാണ്. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കോട്ടയത്തു നിന്ന് ഇവിടെ കടന്നു വന്ന് ഇങ്ങനെയൊരു മൂലക്കല്ല് ഇവിടെ ഇട്ടിട്ട് പോവുകയാണ്. ഇതിനെ പോഷിപ്പിക്കുക എന്നുള്ളത്, ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മൾ എറണാകുളത്തുള്ള നമ്മുടെ ഓരോരുത്തർ പറയുമ്പോഴൊക്കെ സാറ് പറയുന്നുണ്ട്, എറണാകുളത്തുള്ള വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻസ് ഇടാറുള്ളത്. ഞാൻ പറഞ്ഞൊരു ലിസ്റ്റ് എനിക്കതാ, അവരെയൊക്കെ ഞാൻ വിളിക്കും. ഇന്നലെ എനിക്ക് 10-15 പേരുടെ ലിസ്റ്റ് തന്നു, അവർക്കൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എന്നോട് എതിർത്ത് ചോദിച്ചവരുമുണ്ട്, എന്നെ വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനെന്നെ വിളിച്ചെന്ന് ചോദിച്ചവരുമുണ്ട്. അത് ഓരോരുത്തരുടെ ഇതാണ്. ഓരോരുത്തരുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളിത് കേൾക്കാതിരിക്കാൻ, നമ്മളിത് കാണാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മളുടെ ഓരോരുത്തരുടെയും കണ്ണ് കുരുടാക്കാനായിട്ട് നോക്കുകയാണ്. നാം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചേ പറ്റൂ. സമയാധികമില്ല, സമയം വൈകിയിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. റീന സിസ്റ്ററൊക്കെ വല്ലപ്പോഴൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്നാ കുര്യൻ ബ്രദറെ ഇവിടെ ഈ പരിപാടി തുടങ്ങാൻ പോകുന്നത്? പറയുന്നതല്ലാതെ അങ്ങോട്ട് തുടങ്ങുന്നില്ലല്ലോ. ഇപ്പം രണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി റീന സിസ്റ്ററിൻ്റെയൊക്കെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുക, മറ്റുള്ളവരോട് ഇത് പറയുക. ശരിയാണ്, ചിലപ്പോൾ ചിലരൊക്കെ നിരസിക്കുമായിരിക്കും. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ പലരുണ്ട്. എൻ്റെ വേണ്ട, ഇപ്പോൾ ഐസക്കിന് നന്ദി പറയണം, അവൻ എൻ്റെ മോനാണ്, എൻ്റെ കുടുംബത്തിലൊരു മോനാണ്. അവന് അവിടെ അരിപ്പാട്ടൊന്നും ഇവിടെ വരെ കടന്നു വന്നു. ഇതിനെ ഇത്രത്തോളം അനുഗ്രഹമാക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പാട്ട് വേണമായിരുന്നു, അവരുടെ ആ വർഷിപ്പ് വേണമായിരുന്നു. അങ്കിളെ ഞാൻ വരുന്നുണ്ട്,
നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവിടുന്ന് പിരിഞ്ഞത്. അതുപോലെ തന്നെ ആദ്യം തന്നെ തോമസ് ജോർജ് ബ്രദറിനും കുടുംബത്തിനും ഈ കാര്യത്തിൽ അവരുടെ പ്രാർത്ഥനയുണ്ട്. ഇത് വെറും ഒരു വിഷയം മാത്രമല്ല, അവരെത്രയോ നാൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇങ്ങനെ ദൈവം ഒരു മുഖാന്തരം ഒരുക്കുക എന്നുള്ളത് അവരും അറിയുന്നു, കർത്താവും അറിയുന്നു. അതിന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ എറണാകുളത്തുള്ള ഞങ്ങളുടെ ടീമിൻ്റെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ചെറിയാൻ ബ്രദർ സാറ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, ബ്രദറെ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം. സാർ ഞങ്ങൾക്ക് തന്ന എല്ലാ പ്രോത്സാഹനത്തിനും സാറിൻ്റെ എല്ലാ ഹെൽപ്പിനും സാറും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നുണ്ട്. സാറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കോട്ടയത്തെടുക്കുന്ന ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിച്ചു. സാറിനെയും ദൈവം കൂടുതലായിട്ട് വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ആ കാര്യത്തിൽ ഞങ്ങൾ നേരുകയാണ്. എൽഡർ ബ്രദറിൻ്റെ ക്ലാസ് വളരെ അനുഗ്രഹമായിട്ട് പോകുന്നുണ്ട്. എൽഡർ ബ്രദർ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരികയും, സത്യം പറഞ്ഞാൽ എല്ലാ എപ്പിസോഡും നമ്മളെല്ലാം കവർ ചെയ്തവരാണ്. ഇവിടെ ഇരിക്കുന്നവർ മിക്കവാറും എല്ലാ എപ്പിസോഡുകളും കവർ ചെയ്തവരാണ്. എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. വീണ്ടും പിന്നെ തോമസ് ജോർജ് ബ്രദർ പറയുമ്പോഴുണ്ട്, ഇതെങ്ങനെങ്കിലും ഈ മനുഷ്യരുടെ ഹൃദയത്തിലേക്കൊന്ന് തുളച്ച് കയറ്റാൻ വല്ല മാർഗമുണ്ടോ, ഡ്രിൽ മെഷീനും കൊണ്ടാണ് പുള്ളി നടക്കുന്നത്, ഇതെങ്ങനെ അകത്തോട്ടൊന്ന് കയറ്റി വിടാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ടാണ് സാറ് എപ്പോഴും അത് പറയുമ്പം പിന്നെയും അത് പറയും, ഇതെങ്ങനെങ്കിലും അത് കേട്ടാൽ മതിയായിരുന്നു മനുഷ്യൻ എന്നുള്ളതാണ് ആ ദേവദാസൻ്റെ ആഗ്രഹം. ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ. അതുകൂടാതെ നമുക്കൊരു നല്ല സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്തു തന്നു. വീഡിയോഗ്രാഫി എടുത്തിട്ടുണ്ട്. യൂട്യൂബിനകത്ത് നമുക്ക് വിതിൻ 1 വീക്കുള്ളിൽ അത് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനവരെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമുക്കിങ്ങനൊരു ഹോളിനെ പറ്റി സംസാരിച്ചപ്പോൾ അച്ഛനെ കാണുകയും അതിനു വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിൽക്കുകയും ആ കാര്യത്തിൽ സംസാരിച്ച് ആ വിഷയങ്ങളെല്ലാം സംസാരിച്ച് സെറ്റിലാക്കി അതിനുള്ള ഇടപാടുകളൊക്കെയും തീർത്തുകൊണ്ടിരുന്നു. അതും തക്ക സമയത്ത് നമുക്ക് സാറ് പോകുന്നതിന് മുമ്പായിട്ട്, തോമസ് ബ്രദർ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിങ്ങനെ നമുക്ക് ദിവസം ക്രമീകരിച്ച് കിട്ടിയല്ലോ എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അച്ഛനോടും അതുപോലെ തന്നെ ഈ ഓഫീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദി ആശംസകൾ നമുക്ക് ഈ സമയത്ത് അറിയിക്കുവാനുള്ള സമയമാണ്. കൂടാതെ ഇത്രയും പേര് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മൾ നേരത്തെയുള്ള അനുഭവം വെച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഇത്രയും പേർക്ക് കൂടി വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പാടി ആരാധിക്കുവാനും ദൈവം തമ്പുരാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി അറിയിട്ടാൽ ആദ്യം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല എങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം അനുകൂലമായിരിക്കത്തില്ല, നമുക്ക് വിപരീതമായേനെ. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ പ്രതികൂലം ആരുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആശിഷിനോടും ഐസക്കിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. വേറെ ആരെയും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വന്നില്ല. നമ്മുടെ ടീമിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇതിനൊക്കെ മുഖ്യമായിട്ടുള്ള കാരണം നമ്മുടെ ബൈബിളിലെ വാക്യമാണ് 2 തിമോത്തിയോസ് 2:15. ഇതിന്ന് പലരുടെയും കാതുകളിൽ എത്തിയിട്ടില്ല. ഇത് പലരുടെയും ഹൃദയങ്ങളിലേക്ക് തുളച്ച് കയറിയിട്ടില്ല. അതൊന്നറിയിക്കാൻ വേണ്ടിയാണ് സാർ ഇത്രയും പാടൊക്കെ പെട്ടത്. ഇവർ 3 പേരും അവരെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് ഇത്രയും അനുഗ്രഹമാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആ സാന്നിധ്യം, നിങ്ങളുടെ സഹകരണം, നിങ്ങൾ ഈ കോള് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഈ മെസ്സേജ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ സാറിൻ്റെ മെസ്സേജ് യൂട്യൂബിൽ കേട്ടിട്ടാണെങ്കിലും ഫേസ്ബുക്കിൽ കേട്ടിട്ടാണെങ്കിലും നിങ്ങൾ ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തരും തക്ക സമയത്ത് കടന്നു വന്ന് ഇത് ഇത്രയും അനുഗ്രഹമാക്കിയതിന് നിങ്ങളോടൊക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസ പറയാമെന്നുള്ളൊരു കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ വളർത്തിയെടുക്കുവാനുള്ളതായിട്ടുള്ള ശ്രമം ദൈവം തമ്പുരാൻ നമ്മളെ ബലപ്പെടുത്തട്ടെ. അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വർഗീസ് കുര്യനച്ചായൻ. നോർമലി ഡോക്ടർ ചെറിയാൻ കുര്യനാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. ഇന്ന് വർഗീസ് കുര്യനച്ചായന് വോട്ട് ഓഫ് താങ്ക്സും ചേർത്ത് പറയുവാനായിട്ടിടയായി. ഞാൻ ഇനി അധികം സമയം അതിനായിട്ട് എടുക്കുന്നില്ല. എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുകയാണ്. വിശേഷാൽ ഈ മർത്തോമ ഗൈഡൻസ് സെൻറ്ററിൻ്റെ ഭാരവാഹികൾക്ക്, ഇതിൻ്റെ എല്ലാ ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ബാക്കി എല്ലാവരെയും വർഗീസ് കുര്യനച്ചായൻ കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ അതിലേക്ക് ഇനി വീണ്ടും കിടക്കുന്നില്ല. ഐസക്കിനെ മാത്രം ഒരിക്കൽ കൂടി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഐസക്കിൻ്റെ സഹകരണത്തിന് ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ മുതലുള്ള എല്ലാ പ്രോഗ്രാമിലും ഐസക്ക് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനായിട്ട് വിശേഷാൽ നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഡോണുമോ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട്.
ധാരാളമായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു പാട്ടിൻ്റെ ഈരടികൾ കൂടി പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ബ്രദർ ജെയിംസ് വർഗീസ് മുന്നോട്ട് കടന്നു വരികയും പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും ചെയ്യും. ഒരു പാട്ടിൻ്റെ ഈരടികൾ മാത്രം പാടി തീർച്ചയായിട്ടും എൽദോ ബ്രദർ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടുണ്ട്. എൽദോ ബ്രദർ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും കൃത്യം 5 മണിക്ക് തന്നെ ഇവിടെ തുടങ്ങും. ഞാനും ചെറിയാൻ സാറും ബാബു പോൾ ബ്രദറും ബേബി പോൾ ബ്രദറും ഒക്കെ ബാബു പോൾ ബ്രദറല്ല, ബേബി പോൾ ബ്രദറും ചെറിയാൻ സാറും ഞാനൊക്കെ എല്ലാ ആഴ്ചയിലും ഞങ്ങളൊരു 4:30 തന്നെ കഴിയുമെങ്കിൽ ഇവിടെ എത്താനായിട്ട് ശ്രമിക്കും. നമ്മൾ സമയം വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ഹാള് നമുക്ക് കിട്ടിയിരിക്കുന്ന 5 മണി മുതൽ 8 മണി വരെയാണ്. അപ്പോൾ നമുക്ക് 7:30 നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കണം. ഇവിടെ 7:30 മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് കൃത്യം 5 മണിക്ക് തുടങ്ങും. ഇവിടെ വരുന്നവരല്പം താമസിച്ചാൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് ഇവിടെ പാട്ടുപാടി നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നതാണ്. അപ്പം ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരും മുടക്കം കൂടാതെ എറണാകുളം ഭാഗത്തുള്ളവരായിരിക്കുന്നവർ, എത്താൻ പറ്റുന്നവരെല്ലാവരും ഈ സമയത്ത് തന്നെ എത്തി ഇതിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സഭയുടെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷയല്ല, മറ്റ് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഇവിടെയുള്ള ഓരോ ആളുകൾക്കുമാണ് ഉള്ളത്. അത് മനസ്സിലാക്കണം. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വന്നിട്ടല്ല അതൊന്നും ചെയ്യുന്നത്, ഇവിടെയുള്ള ആളുകളാണ്. അപ്പം ഒരു വിവരം സഭയായിട്ട് അറിയിക്കാനുണ്ടെങ്കിൽ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് നമുക്ക് അത് അവർക്ക് മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റുകയില്ല. ഇവിടുത്തെ കാര്യങ്ങളുടെ ഒരു മേൽനോട്ടം എന്നുള്ളത് ഇപ്പോൾ സംസാരിച്ചു പോയ വർഗീസ് അച്ചായനെയാണ് ഞങ്ങളെ വരമേൽപ്പിക്കുന്നത്. അപ്പോൾ വർഗീസ് അച്ചായനുമായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും പങ്കെടുക്കുകയും ചെയ്യണം. പങ്കിട്ട് മാത്രം പോരാ, അതിൽ TGMൻ്റെ ഒരു എറണാകുളം വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ, എറണാകുളം ചർച്ചിനെ അറിയിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരെയും വിളിച്ചറിയിക്കണ്ടേ. അപ്പോൾ ആ ഉത്തരവാദിത്തം കൂടെ ഞാൻ വർഗീസ് അച്ചായനെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരുടെയും നമ്പർ തേടി പിടിച്ച് കണ്ടെത്തി നമ്മുടെ ആ ഗ്രൂപ്പിൽ മറ്റുള്ള വിഷയങ്ങളൊന്നും എഴുതണ്ട, നമ്മുടെ എറണാകുളം ചർച്ചിൻ്റെ കാര്യങ്ങൾ മാത്രം, അല്ലാതെ കണ്ടതുമായിരിക്കുന്ന കുറേ കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പിൽ കയറ്റരുത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് ഞാൻ പറയട്ടെ. കോട്ടയത്തുനിന്ന് ഈ ബ്ലോക്കുള്ള റൂട്ടിൽ കൂടെ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ വൈകുന്നേരം എത്തുക. അവിടുത്തെ സഭായോഗം കഴിഞ്ഞിട്ട് വേണം, എന്നിട്ട് വല്ല ആഹാരം അങ്ങനെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്, ബുദ്ധിമുട്ടാണ്. സ്വന്തം ഡ്രൈവ് ചെയ്തൊക്കെ വരിക എന്ന് പറയുമ്പോൾ വരുമ്പോഴേക്കും ക്ഷീണിച്ചു പോകും. അവിടുത്തെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വന്ന് സഭായോഗത്തെ നയിക്കുക എന്നുള്ളത് എൻ്റെ കൂടെ ബേബി പോൾ ബ്രദറും ഒക്കെ ഉള്ളതുകൊണ്ടും ചെറിയാൻ സാറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു സഹായമാണ്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. കോട്ടയം സഭയിൽ ഇപ്പോൾ കൊള്ളാവുന്ന ശുശ്രൂഷകരുണ്ട്, ദൈവകൃപയാണ്. എന്നാൽ ഉള്ളവരും ഇനി പുതിയ ആളുകളും അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാപ്തരായിട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ചില മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും കൂടെ താമസം എറണാകുളത്തേക്ക് മാറ്റണം. കാരണം ഈ യാത്ര പോക്കുവരവ് പറ്റില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയെടുത്ത് അവിടെ എത്തുമ്പോഴേക്കും രാത്രി 11 മണി. അപ്പം യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇത് എങ്ങനെ നടക്കും? എൻ്റെ ശരീരം അത്ര യോഗ്യമല്ല, ചില രോഗങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, പറ്റുന്നില്ല. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കോട്ടയം സഭയിൽ ശുശ്രൂഷകർ പ്രാപ്തരായി യോഗ്യരായി ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് കോട്ടയം സഭയിൽ നിന്ന് താമസം മാറി എറണാകുളത്തായി തീരാനായിട്ട് പറ്റും. അപ്പോൾ അതും ദൈവഹിതത്താൽ സംഭവിക്കണം. ഇതൊക്കെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 2-3 കാര്യങ്ങൾ ഓർക്കുമല്ലോ. ഒന്നാമത്തെ കാര്യം, കൃത്യം 5 മണിക്ക് തുടങ്ങും. 5 മണിക്ക് ഇവിടെ പ്രാർത്ഥിച്ച് സഭായോഗം ആരംഭിക്കും. അപ്പോൾ വരുന്നവരെല്ലാം ആ സമയം കീപ്പ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം,
ഈ എറണാകുളം ചർച്ചിൻ്റെ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, ഞങ്ങളുടെ യാത്രയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വന്നു ചേർന്ന എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു പാട്ടുപാടി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ സഭായോഗം അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ, എല്ലാവർക്കും ഒരു ചെറിയ രീതിയിൽ ഫുഡ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകാവുള്ളൂ. സർവമഹത്വത്തിൽ യഹോവയേ പാടുമേ നിന്ദയേ ദിനവും പാരിടത്തിൽ എൻ യാത്രയതിൽ പാടുമേ നിന്ദയേ ദിനവും പാരിടത്തിൽ എൻ യാത്രയതിൽ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൽ യഹോവയേ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൽ യഹോവയേ പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദിനായോടുന്നു. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദിനായോടുന്നു. സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൽ യഹോവയേ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൽ യഹോവയേ കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന കരുണയിൽ കണ്ണുള്ള കാരുണ്യവാരിനെ കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന കരുണയിൽ കണ്ണുള്ള കാരുണ്യവാരിനെ എന്റെ ദൈവവും ശാശ്വത പാറയുമേ നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കായി. എന്റെ ദൈവവും ശാശ്വത പാറയുമേ നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കായി. സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൽ യഹോവയേ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിൽ യഹോവയേ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളോളം ഉല്ലാസനയ്ക്ക് നിങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹപ്പെട്ട ഈ സമയത്തിനായി നിങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ നാൾ അടിയങ്ങൾ പ്രാർത്ഥിച്ചു. നിന്റെ ദാസൻ ഹല്ലേലൂയ ഇതിനു വേണ്ടി ഹല്ലേലൂയ ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ആയിരുന്ന ജനങ്ങളും ഹല്ലേലൂയ കർത്താവേ നിന്നിൽ ആശ്രയിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഹല്ലേലൂയ ഇവിടെ തുടങ്ങുവാൻ തക്കണം. എറണാകുളത്തിൻ്റെ ദേശത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ തക്കണം. ഹല്ലേലൂയ ദൈവം സഹായിച്ച് ഓർത്ത് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം. കർത്താവേ, ഗേറ്റ് ചർച്ച് എറണാകുളം അനേകർക്ക് ഹല്ലേലൂയ സത്യ സുവിശേഷം പ്രസംഗിപ്പാൻ തക്കണം, അനേകരെ ഇത് പഠിപ്പിപ്പാൻ തക്കണം, അനേകർക്ക് രക്ഷയ്ക്ക് ഹല്ലേലൂയ നിത്യജീവന് കാരണമായി തീരുവാൻ തക്കണം. ദൈവമേ ഇടവരണമേന്ന് അടികൾ പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ എൻ്റെ ദാസനെ കുടുംബമായി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയ്ക്കും ദൈവം പ്രതിഫലം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രയും ജനങ്ങൾക്ക് ഹല്ലേലൂയ സ്നേഹിച്ചെന്ന ജനങ്ങൾ കൂട്ടി വരുവാണ്ടക്കണം. ദൈവം എന്നെ കാണിച്ചോർ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ നിങ്ങൾ കേട്ടതുപോലെ സ്തോത്രം. അടിയങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറിഞ്ഞിരിക്കുന്നെങ്കിൽ അത് നശിച്ചു പോകുന്ന ഇറക്കത്തിലേ കർത്താവേ, എന്നാൽ നീ ഞങ്ങളെ സ്നേഹിച്ചു. ഈ സുവിശേഷം സത്യസുവിശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി തന്നത് ഓർത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പാണ്ടക്കണം. നിനക്ക് മനസ്സിൽ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഹല്ലേലൂയ സകലരും മാന്യതയോടെ ചെയ്യുവാൻ തക്കണം, അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ തക്കണം. ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനെ ഓരോട് ഹല്ലേലൂയ സുവിശേഷം പറയുവാൻ തക്കണം. ഹല്ലേലൂയ അനേകരെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കണം. ദൈവമേ ഹല്ലേലൂയോട് പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ എൻ്റെ ദാസന്മാരെ നീ ദാസിമാരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വലിയൊരു കൊയ്ത്ത് ഈ ദേശത്ത് ഹല്ലേലൂയ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇത്രത്തോളം ഹല്ലേലൂയ അടികൾ കൂടി വന്ന് ഇത്രത്തോളം നേരം തിരുസന്നിധിയിലായിരിക്കാൻ നിന്നോട് പ്രാർത്ഥിപ്പാൻ, നിന്നോട് അഭയാചന കഴിപ്പാൻ, നിന്റെ വചനത്തിന് ശ്രവിപ്പാൻ കർത്താവേ ഹല്ലേലൂയ നിന്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ ഒക്കുകയും ദൈവം ഞങ്ങളെ സഹായിച്ചു.
കർത്താവ് ഹല്ലേലൂയ, നിന്റെ നാമം മാറ്റപ്പെട്ടതിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ, ആലയത്തോട് സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ദൈവം ബലപ്പെടുത്തുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വീണ്ടും പ്രാർത്ഥിക്കുന്ന സുരക്ഷയ്ക്ക് കാരണമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, എത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ, നിങ്ങൾ മടക്ക യാത്രയിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, വരുന്ന ദിവസങ്ങളിൽ ഹല്ലേലൂയ അന്യോന്യോർത്ത് പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ നിത്യമായി ഹല്ലേലൂയ സന്നിധിയിൽ ജാഗരിപ്പാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരുന്നാട്ട് സ്ഥലമാനവും മഹത്വവും അങ്ങേക്ക് തരുന്നു. അവിടുന്ന് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. ക്രിസ്തു യേശു മുന്നോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം പിതാവേ. ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് വീണ്ടും നാം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ വടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, എറണാകുളത്ത് ആരംഭിച്ചിരിക്കുന്ന കർത്താവെ ഈ ചർച്ചിൻ്റെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവുവരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.